ഹായ് ഫ്രണ്ട്സ്, അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ട് 2 ആഴ്ചയാകുമ്പോൾ ഇതാ ലേറ്റസ്റ്റ് കണക്ക് വന്നിരിക്കുന്നു. ഏകദേശം 14 കോടിയോളം രൂപ പിരിഞ്ഞു കിട്ടി. ഇനിയിപ്പോൾ ആ ക്ഷേത്രത്തെ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്, എത്ര കോടി കിട്ടി എന്നുള്ളതാണ്. ശബരിമല അങ്ങനെയല്ലേ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്ര കോടി കൂടുതൽ കിട്ടി, അത് ഇത്ര ലക്ഷം കുറഞ്ഞു പോയി. അപ്പൊ കോടികളാണ് മുഖ്യം, പണമാണ് പ്രധാനം. അത് അയോധ്യയല്ലേ, ഏത് ക്ഷേത്രമാണെങ്കിലും അതെ. അയോധ്യയിലാണെങ്കിൽ ആ ക്ഷേത്ര സമുച്ചയത്തിൽ നാനാഭാഗത്തും കാണിക്ക വഞ്ചികൾ വെച്ചിരിക്കുക. ആൾക്കാർ വന്നോളൂ, പണം ഇട്ടോളൂ, പണമാണ് മുഖ്യം. 2500 കോടി മുടക്കിയാണ് ക്ഷേത്രം പണിയുന്നത്. ആ പണം എവിടുന്ന? ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്നും നേപ്പാളിൽ നോക്കി ആൾക്കാർ സംഭാവനയായി കൊടുത്തത്. ഈ കാശ് അവർക്ക് കിട്ടുമോ? ഇല്ല. ഗവൺമെന്റ് കിട്ടുമോ? ഇല്ല. പിന്നെ ആർക്ക്? സംഘാടകർക്ക്. അപ്പൊ അത് തന്നെ കാര്യം. ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വിൽപ്പന ചരക്കാണ് മതം എന്ന് പറയുന്നത്. അത് പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും എല്ലാം അതെ. കാണിക്ക വഞ്ചിയോ നേർച്ചപ്പെട്ടിയോ ഇല്ലാതെ ഏതെങ്കിലും ആരാധനാലയം ഉണ്ടോ? ഇല്ല. ഏറ്റവും കൂടുതൽ പണം ഇടുന്ന ആരാ? ഏറ്റവും വലിയ കള്ളന്മാര്, ഏറ്റവും വലിയ പാപം ചെയ്തവർ. ആ കുറ്റബോധം തീർക്കാനായിട്ട് കുറെ പണവും കൊണ്ട് കൊടുക്കുക ദൈവത്തിന്. ദൈവത്തിന് പണമെല്ലാം വേണോ? തിരുപ്പതിയിലേക്ക് ഭക്തി മൂത്ത് സ്വർണ്ണമാലയൊക്കെ ഊരി അങ്ങ് എറിയുകയാണ്. ദൈവത്തിന് കൊടുക്കുമല്ലേ? ദൈവത്തിന് സ്വർണ്ണ വെള്ളിയോലോ വേണോ? 2 വർഷത്തോളം തന്റെ ജീവനക്കാരെ പട്ടണിക്കിട്ട കിങ് ഫിഷർ എയർലൈൻസിന്റെ ഓണർ വിജയ് മാല്യ നാട് വിടുന്നതിന് മുമ്പ് തിരുപ്പതി ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് കോടികളാണ്. അദ്ദേഹത്തിന്റെ ആ സംഭാവന ഏതെങ്കിലും ദൈവം സ്വീകരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ളത് സ്വർണ്ണഖനികളിലല്ല, ഇന്ത്യയിലെ വിവിധങ്ങളായ അമ്പലങ്ങളിലോ ഒക്കെയാണ്. പഞ്ചാബ് സുവർണക്ഷേത്രം എത്രയായിരം കോടിയാണെന്നറിയാവോ സ്വർണ്ണ നിക്ഷേപം? അതൊക്കെ ഡെഡ് മണിയാ. ഒന്നും വേണം, തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം 2 ലക്ഷം കോടി വിലമതിക്കുന്ന വസ്തുക്കൾ അവിടെ ഉണ്ട്. കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്തി കഴിഞ്ഞില്ല, അതിനെ തുടരുകയാണ്. ഒരുപക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു നിയമത്തിലൂടെ ഇന്ത്യയിലെ ആരാധനാലയങ്ങളിൽ ഡെഡ് മണിയായിരിക്കുന്ന സ്വർണ്ണവില ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായി തീരും. അത്രയേറെ ഉണ്ട് ദൈവത്തിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം പിരിവുകളും പിരിവ് പരിപാടികളും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം മനുഷ്യന്റെ വിശ്വാസങ്ങളാണ്. വിശ്വാസം അവന്റെ ബലഹീനതയാണ്. ആ ബലഹീനതയെ ചൂഷണം ചെയ്യുകയാണ് മത നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും. ഭരണകക്ഷിക്ക് മതം എന്ന് പറയുന്നത് മനുഷ്യൻ വിശ്വസിക്കേണ്ട ആവശ്യമാണ്. ആ ബലഹീനതയിലാണ് അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ഞാൻ വീണ്ടും പറയുന്നു, മതം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അവന്റെ ബലഹീനതയാണ്. അതിലേക്ക് കൈകടത്താൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. നിന്റെ വിശ്വാസം നിന്നെ സംരക്ഷിക്കട്ടെ.